മനുഷ്യരെ പറ്റിച്ചിട്ടും മനുഷ്യരെ വഞ്ചിച്ചിട്ടും മനുഷ്യരെ പൈസ പറ്റിച്ചിട്ടും മനുഷ്യരോട് തോന്നിവാസം കാണിച്ചിട്ടും ഇതൊക്കെ അള്ള പുറത്തിരുന്ന് വിചാരിച്ചിട്ട് ആരും സമാധാനത്തിലിരിക്കണ്ട. ഞാൻ ഹോപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ച് ഇട്ടൊരു സാധനം അതാണ്. എന്നുവെച്ചാൽ അള്ള പുറത്ത് തരും, അള്ള എല്ലാം പുറത്ത് തരും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എങ്കിലും ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കും, ആൾ ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളോ കാര്യങ്ങളോ തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അള്ള പുറത്ത് തരുമോ എന്ന് വെച്ചിട്ട് പ്രവാചകൻ ഇതിന് രസമുള്ളൊരു ഭാഗം പറഞ്ഞു വെക്കുന്നുണ്ട്. ഭംഗിയിൽ ഇതിനെ പ്രവാചകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപമിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാം, ഒരാൾ ഒരു ഒട്ടകപ്പുറത്തൊരു യാത്ര പുറപ്പെടുകയാണ്. ആ ആൾ യാത്രക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒട്ടകത്തിൻ്റെ മേലാണ് കെട്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടകത്തിൽ ഇങ്ങനെ യാത്ര പോയിട്ട് മരുഭൂമിൻ്റെ മധ്യത്തിൽ വെച്ചിട്ട് ഈ ഒട്ടകത്തിന് മിസ്സാവുകയാണ്. ഒട്ടകം മിസ്സായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനാകെ ബേജാറായി. കാരണം ഭക്ഷണമില്ല, ഒന്നുമില്ല, ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നറിയില്ല. ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറേ അന്വേഷിച്ച് നടന്ന് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ ഒട്ടകം തിരിച്ചു വരാം. ഈ ഒട്ടകം തിരിച്ചു വന്ന പാട് ഈ മനുഷ്യനാകെയുള്ള സന്തോഷത്തിലെ, അങ്ങനെ ആ ഒരു ഒട്ടകത്തിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞു, പഠിച്ചോനെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണെന്ന് പറഞ്ഞു. സന്തോഷത്തിൻ്റെ ഇൻറ്റൻസ് കാരണം പറഞ്ഞത് തലതിരിഞ്ഞു പോയതാ. നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണെന്ന് പറഞ്ഞു. തെറ്റായ വാക്കാ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഈ മനുഷ്യനുണ്ടായ സന്തോഷത്തിനേക്കാൾ ഏറെ സന്തോഷമായിരിക്കും ഒരു വഴി തെറ്റിപ്പോയിട്ടുള്ളൊരു ദാസൻ തിരിച്ചു വരുമ്പം പഠിച്ചോനുണ്ടാവണേ. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം എടുത്തു പറയാനുള്ള എന്താണെന്നറിയും, അള്ളാഹ് പുറത്തു തരും എന്ന് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. മനുഷ്യരെ പറ്റിച്ചിട്ടും മനുഷ്യരെ വഞ്ചിച്ചിട്ടും മനുഷ്യരെ പൈസ പറ്റിച്ചിട്ടും മനുഷ്യരോട് തോന്നിവാസം കാണിച്ചിട്ടും ഇതൊക്കെ അള്ളാഹ് പുറത്തു തരും എന്ന് വിചാരിച്ചിട്ട് ആരും സമാധാനത്തിലിരിക്കണ്ട. അത് മനുഷ്യരെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഞാൻ എല്ലാ തോന്നിവാസം കാണും, ഞാൻ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിരിക്കണം, ഞാൻ അത് ആക്കിയിരിക്കണം, ഞാൻ ആളുകളൊക്കെ കാണുന്ന രൂപത്തിലൊക്കെ ഇടങ്ങേറുണ്ടാക്കിയിട്ടുണ്ട്. അള്ള പുറത്തരും, അള്ള പുറത്തരില്ല. അള്ള പുറത്തരാന്ന് പറഞ്ഞത് അള്ളാഹു ഞാനും തമ്മിലുള്ള വിഷയത്തിലാണ്. എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള എന്നോട് തന്നെ ഞാൻ കാണിച്ചിട്ടുള്ള പോരായ്മകളിലാണ് അള്ള പുറത്തരുന്നത്. അല്ലാതെ അള്ളാനെ നേരെ പിടിച്ചിട്ട് അള്ളക്ക് കൈക്കൂലി കൊടുത്തുങ്ങാണ്ട് മനുഷ്യന്മാരോട് ചെയ്ത തോന്നിയാസത്തിനൊക്കെ തൽക്കാലം ഒന്ന് വിട്ടുതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കൂല. കാരണം അള്ള നീതിമാനാണ്.